തോന്നിയിട്ടുണ്ട്. ഈവൻ നമ്മൾ ചിലപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതോ ഡ്രൈവിൽ സ്പീഡ് കൂടുന്നതോ ഒരു ആവശ്യത്തിനായിരിക്കാം, വളരെ അത്യാവശ്യമായിട്ട് പോകുമ്പോഴായിരിക്കും. പക്ഷെ അത് നമ്മൾ ആവശ്യമില്ലാതെ ഓവർടേക്ക് ചെയ്താന്ന് എവിടെയോ ഒരു ഈഗോ വർക്കൗട്ടായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ റോഡിൽ സൃഷ്ടിക്കാറുണ്ട്. ഈ ഒരു സ്ത്രീ പക്ഷത്തെ പല സ്ഥലങ്ങളിലും ഈ ഡ്രൈവിംഗ് മേഖലയിൽ, പ്രത്യേകിച്ചും ഡ്രൈവിംഗ് മേഖലയിൽ കുറച്ചുകൂടെ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഡ്രൈവിംഗ് മേഖലയിൽ മാത്രമല്ല, പൊതുവെ എല്ലാ മേഖലകളിലും ഉള്ളതാണ്. എങ്കിലും ഇത് കുറച്ചുകൂടെ ഒരു ക്രൗഡിന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, അത് ശരിക്കും മാറണമെന്ന്. ചെറിയൊരു സംഭവം കാണിച്ച് നമ്മൾ പേടിച്ചു പോകുന്നുള്ള സത്യം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾ പ്രതികരിക്കാറുണ്ട്? കുറവാണ്. പക്ഷെ ഇപ്പോ മാറ്റങ്ങൾ കാണുന്നുണ്ടല്ലേ ചേച്ചി? എത്രയോ ഇൻസിഡൻസ് നമ്മൾ കാണുമ്പോൾ എനിക്ക് എന്റെ ഭാമ ഇത്രയും ബോൾഡായി പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഡബിൾ ഒച്ചയിൽ പറയുന്നു പറഞ്ഞു. അതെ അതെ, അല്ല വേണം. ഇന്നത്തെ സൊസൈറ്റി ഇങ്ങനെയാണ്. നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ, നമ്മളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലെ? അതെ അതെ, ഇത് ആവശ്യമേ ഇല്ല. കൂളായിട്ട് ഓക്കെ അങ്ങനെ പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇപ്പം കല എന്ന ക്യാരക്ടർ ചെയ്തത് ഒറ്റമന്ദാരം, എനിക്ക് തോന്നുന്നു തിരുനെൽവേലിയിലായിരുന്നു. അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ തോന്നി? അയ്യോ, തിരുനെൽവേലിയിലെ ഞങ്ങളൊരു 1.5 മാസം ഉണ്ടായിരുന്നു. 40-45 ദിവസം എന്തായാലും അവിടെ ഞങ്ങൾ അവിടെ വർക്ക് ഒരുപാട് സാധാരണ ജനങ്ങൾ അല്ലേ, ഒത്തിരി സാധാരണ ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ താമസിക്കുന്ന വീടായിട്ട് എടുത്തൊരു ചെറിയൊരു വീട്, അതൊരു കോളനിയിലാണ് നമ്മൾ പോയിട്ട് ഷൂട്ട് ചെയ്തത്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലോകം എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അത്രേ ഉള്ളൂ. അവിടെ ആ ഒരു കോളനിയിലൊരു എത്ര വീടുകളുണ്ടാവും? 10-15 വീടുകളുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ അവരുടെ ലോകം. ഇതിനപ്പുറത്തേക്ക് ഒരു ലോകം ഉണ്ടെന്നോ ഒന്നുമില്ല. ഒരു അടുത്തൊരു എന്തെങ്കിലുമൊക്കെ ഈ ഉത്സവങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും എല്ലാവരും ഒന്ന് വെളിയിലേക്ക് വരുന്നത് തന്നെ. അവരുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സെറിമണികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലോകം അതാണ്. ഇതിനപ്പുറത്തേക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് വന്നു, ആർട്ടിസ്റ്റുകളാണ്, എന്താണ് കൂടുതലൊന്നും അറിയില്ല. പിന്നെ കുറേ പേര് അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ള കുറേ ആളുകൾ പഠിച്ച് അവരുടെ മക്കൾ പുറത്തേക്ക് പോകുമ്പം അവരുടെ അങ്ങനെ അവർക്ക് മാത്രമേ പിന്നെയും കുറച്ചുകൂടി ഒരു സൊസൈറ്റി ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ ഒരു ചെറിയ ലോകത്ത് നിന്ന് വലിയൊരു ലോകത്തേക്ക് പോയതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ അവർക്ക് അവരുടെ മേഖലയിൽ, എഡ്യൂക്കേഷൻ മേഖലയിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ വർക്കാണെങ്കിലാണെങ്കിൽ എല്ലാം കുറേ ഒരു വിഭാഗം ആളുകൾക്കിടയിലല്ലേ ജീവിക്കേണ്ടേ. അപ്പൊ പലപ്പോഴും അവർ ബാക്ക്വേർഡ് ആയി പോകുന്നു എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അവരുടെ അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ അവിടെ ഒരു കൊടും തമിഴാണോ? ഈവൻ തമിഴിനും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഉൾപ്രദേശങ്ങളിലൊക്കെ പോകുന്നത്. അവിടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അവിടുത്തെ വീട്ടമ്മമാരാണെങ്കിൽ പിന്നെ അവിടെ എൻജോയ്മെന്റ്, നമ്മൾ അവിടെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് വൈകിട്ട് വരുന്നു, അടുത്ത് പോയി പിന്നെ എന്താണ് കവറൊക്കെ വാങ്ങിച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു, ഊണ് കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ സന്തോഷങ്ങൾ. പിന്നെ അടുത്തുള്ള വീടുകളിൽ വൈകുന്നേരങ്ങളിൽ അടുത്തുള്ള തൊട്ടടുത്ത അയൽവക്കത്തിലെ പെണ്ണുങ്ങൾ സ്ത്രീകളെല്ലാരും കൂടെ ചേർന്നിട്ട് സംസാരിക്കുക, ഇതൊക്കെയാണ് അവരുടെ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത്. കല എങ്ങനെയാണ് ഡബ് ചെയ്തത്? തമിഴ് മലയാളം കലർന്നാണ്? മലയാളം ആണ്. ഒരു മലയാളം തന്നെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നതൊക്കെ. ഡബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഒരു 2 തലങ്ങളിൽ 2 തരത്തിൽ ഡബ് ചെയ്യണമായിരുന്നു. കാരണം ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കൂൾ കുട്ടി, ആ ഒരു ഭയങ്കര അവളുടേതായിട്ടുള്ള ഒരു ഇന്നസെന്റ് ലെവലിലാണ്. അവളുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അവളുടെ സംസാര രീതിയാണെങ്കിലും ഒക്കെ. പിന്നെ ഇതിന് ശേഷം ഒരു വലിയൊരു ട്രാജഡി അവൾക്ക് ചെറിയ ഏജിൽ നേരിടേണ്ടി വരുമ്പോൾ, അതും പുറത്തു നിന്നുള്ള ഒരാണാണെങ്കിൽ പിന്നെയും ഓക്കെ എന്ന് പറയാം. പക്ഷെ ഇത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് എന്നൊക്കെ പറയുന്ന ആ ഒരു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് ഇവള് ഇതിനൊക്കെ തയ്യാറാവുന്നത്. അവളെ തന്നെ വെറുത്തു പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടെ മുതൽ വീണ്ടും അവളുടെ സംസാര രീതിയാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് സെറ്റിലാവുകയാണ്. ഭാമ ഇൻഡസ്ട്രിയിൽ ഭാമയുടെ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലായിരിക്കും ഒരു ഫ്രണ്ട് സർക്കിൾ? ഒത്തിരി പേരുണ്ട്. ഇപ്പം ഞങ്ങൾ ഗേൾസിലാണെങ്കിൽ ഞാൻ, ഭാവന, കാവ്യ, മീരാനന്ദൻ, രമ്യ നമ്പീശൻ, ഞങ്ങളൊക്കെ എല്ലാവരും എപ്പോഴും മിക്കപ്പോഴും കാണുകയും എല്ലാവരും ജോയിൻ ചെയ്യുന്നതൊക്കെയാണ്.
പിന്നെ ഞങ്ങളുടെ അമ്മമാർ തമ്മിൽ നല്ല സൗഹൃദമാണ്. ഇപ്പൊ കാവ്യയുടെ അമ്മ ശ്യാമള ആൻറ്റി, ഭാവനയുടെ അമ്മ പുഷ്പ ആൻറ്റി, രമ്യയുടെ അമ്മ ജയശ്രീ ആൻറ്റി, അങ്ങനെ ഞങ്ങൾ മീരാനന്ദൻ്റെ അമ്മ മായമൊക്കെ ഭയങ്കര അവരൊക്കെ അമ്മമാരെല്ലാവരും ഇടയ്ക്ക് വിളിക്കുകയും ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ വർക്കിന്റെ തിരക്കിലൊക്കെ ആണെങ്കിൽ ഇവര് എല്ലാവരും പരസ്പരം ജോയിൻ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. രസമാണ്. ഇടയ്ക്ക് ഭാമ എനിക്ക് തോന്നുന്നു നിവേദ്യത്തിൽ വന്നെങ്കിൽ പോലും അത് കഴിഞ്ഞൊരു ഭയങ്കര ഒരു മേക്ക് ഓവർ ഈവൻ ബട്ട് അത് നന്നായിട്ട് യോജിക്കുകയും ചെയ്തു. എപ്പോഴായിരുന്നു ഭാമയ്ക്ക് അങ്ങനെ ഒരു ചേഞ്ച് വേണമെന്ന് ഭാമയ്ക്ക് തോന്നിയോ, അതോ അത് ഇൻഡസ്ട്രിയുടെ പാർട്ടാണോ? അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ സിനിമയിൽ +2 കഴിഞ്ഞിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. എൻ്റെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട്. അപ്പോൾ സ്കൂൾ ടൈം വരെ ഏതൊരാൾക്കും അവരുടെ ചെറുപ്പത്തിലെ അവരുടെ ശീലങ്ങൾ, കാര്യങ്ങൾ, അവരുടെ സ്കൂളിൻ്റെ കുറേ ചിട്ടവട്ടങ്ങൾ ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ്. ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ കോൺവെൻറ്റ് സ്കൂളിൽ പൊട്ട് തൊടാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് വളരെ എല്ലാ സ്കൂളിലും നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. ഇറ്റ് മാറ്റേഴ്സ്. നമ്മുടെ ആ ഏജിൽ അത് ആവശ്യമാണ്. അതെ എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും വലിയ കോൺഷ്യസ് ആയിരുന്നല്ലേ. ചിലപ്പോൾ അങ്ങനെ പഠിച്ചു വന്നത് കൊണ്ടായിരിക്കും നെയിൽ പോളിഷ് ഇടില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ വലിയ ശ്രദ്ധിക്കില്ലായിരുന്നു, വലിയ ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നില്ല. അങ്ങനെ ശരിക്കും പറയാൻ ഒട്ടും കോൺഷ്യസ് അല്ലായിരുന്നു. ഡ്രസ്സിങ്ങിലാണെങ്കിലും ഒന്നും കോൺഷ്യസ് അല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് മനസ്സിലായത് ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴാണ്. ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തുടക്കകാലങ്ങളിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഫംഗ്ഷനൊക്കെ പോകുമ്പം നിനക്കൊന്നും ഒരുങ്ങിപ്പോ ഇക്കൂടെ, എനിക്കിങ്ങനെയൊക്കെ മതി, അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. പിന്നെ നമ്മൾ നേരിടുന്ന നമ്മുടെ എക്സ്പീരിയൻസ്, കുറച്ചുകൂടെ നമ്മുടെ ചെറിയ ലോകം കുറച്ചുകൂടെ വൈഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഒരു ഇഷ്ടങ്ങൾ മാറും. പിന്നെ നമ്മൾ കുറേ കൂടെ നമ്മുടെ വർക്ക് ഫീൽഡ് ചെയ്തല്ലേ, അപ്പോൾ നമ്മളതിനനുസരിച്ച് ഡ്രസ്സിങ് രീതി പതുക്കെ മാഗസിൻസിലൊക്കെ നോക്കാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ കളേഴ്സിനെ പറ്റി കുറച്ചുകൂടെ ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഡിം കളേഴ്സൊക്കെ ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു. ഭയങ്കര ലൈറ്റ് കളേഴ്സിൻ്റെ ആളായിരുന്നു. ഒരു ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ എന്നൊക്കെ എല്ലാ ലൈറ്റ് ഷെയ്ഡുകളായിരുന്നു സെലക്ട് ചെയ്യുന്നത്. ഡ്രസ്സിങ്ങിലാണെങ്കിലും അങ്ങനെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഗ്രാജുവലി കുറച്ചുകൂടെ നിറങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ കളേഴ്സിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും വേണം. പിന്നെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ അവെയർ ആയത് അതർ ലാംഗ്വേജ് ഫിലിം ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. അവിടെ കുറെ കൂടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഈവൻ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന എത്രയോ കാര്യങ്ങൾ. ഇപ്പം മേക്കപ്പിലൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മുതലാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, നമ്മുടെ അടുത്ത് ആളുകൾ പറയാൻ തുടങ്ങിയതും ഒക്കെ. അല്ലെങ്കിൽ ഒരു മേക്കപ്പ് എന്നുള്ളതല്ല, മേക്കപ്പ് കുറേ വാരി ഇടുന്നത് മാത്രമല്ല, നമ്മുടെ ഒരു ഗുഡ് അപ്പിയറൻസ്, നമ്മുടെ സ്ക്രീൻ പ്രസൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുക. അത് ചിലപ്പം ഹെയർ സ്റ്റൈലായിരിക്കാം. പിന്നെ നമ്മൾ ഒരു ലൈറ്റ് മേക്കപ്പ് ആണെങ്കിലും എപ്പോഴും ലൈറ്റ് മേക്കപ്പ് തന്നെയാണെന്നല്ല, അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സാണെങ്കിലും നമ്മുടെ സ്കിന്നിന് ചേരുന്ന കളേഴ്സ് സെലക്ട് ചെയ്യുക. പ്ലസ് സിനിമയ്ക്കാണെങ്കിൽ കഥാപാത്രങ്ങളുടെ ഒക്കെ പശ്ചാത്തലം നോക്കിയിട്ടും കൂടെ വേണം. അപ്പൊ ഈവൻ നമ്മളിപ്പം ഒരു പാർട്ടിക്ക് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഡെഫിനറ്റ്ലി മാറിയായിരിക്കും നമ്മൾ നമ്മുടേതായ ഒരു ഐഡന്റിറ്റിയോട് കൂടിയായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഒരു 2012 കൂടിയിട്ടാണ് ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്. ഈ 2012 എന്ന് പറയുമ്പോഴാണ് അപ്പൊക്കെ വിളിക്കുമ്പോൾ കന്നഡയിലായിരുന്നു എന്നോട് സംസാരിച്ചുകൊണ്ട്. ബാക്ക് ടു ബാക്ക് കന്നഡ സിനിമയായിരുന്നു. ഓർമ്മയുണ്ട് എന്നെ പഠിപ്പിച്ച് ബാബുനാഥ, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. 2012 ചേച്ചി ഞാൻ മറക്കില്ല. ഫുള്ള് ആ സമയത്ത് ഫുൾ അവിടെ ആയിരുന്നു. 2 ഫിലിം മറ്റോ ആണ് മലയാളം മാത്രം ചെയ്ത്. ആ ഫിലിം ആ ഇയർ ഞാൻ മറക്കില്ല. ആക്ച്വലി ബാംഗ്ലൂരായിരുന്നോ അതോ അവിടുത്തെ ഒരു ഔട്ട്സ്കേർട്സിലായിരുന്നോ ഷൂട്ടിംഗ് ഒക്കെ? എല്ലായിടത്തും ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ കൂടുതൽ ഫിലിംസും ബാംഗ്ലൂർ മെയിൻ സിറ്റിയിൽ തന്നെയാണ് നടക്കാറുള്ളത്. പിന്നെ ചില സബ്ജക്റ്റ് ഇപ്പം ഞാൻ 1-2 പക്കാ വില്ലേജ് സബ്ജക്റ്റുകൾ ചെയ്തു. അത് കുറേ കൂടെ ഇൻഡോറിൽ പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. മണ്ഡ്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. കന്നഡ നന്നായിട്ട് പഠിച്ചു ബാമ? കന്നഡ പഠിച്ചു. അവിടെ ബാമ എനിക്ക് തോന്നുന്നു അതർ ലാംഗ്വേജ് ചെയ്തപ്പോഴാണോ കൂടുതൽ ബോൾഡായത്?
ആണെന്നും പറയാം. അതും ഓഫ് കോഴ്സ് നമ്മൾ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യുമ്പോൾ ആരും ബോൾഡാവും, ആയി പോവും. ശരിക്കും സ്വയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു കുട്ടികളായിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇടതും വലുതും എന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനുണ്ടാവുമ്പോൾ ഇതിലൊന്നും ആവശ്യമില്ല. ഭയങ്കരമായിട്ട് ഇപ്പൊ ടി വി കാണുവാണെങ്കിലും ഫ്രൈ ഐറ്റംസ് ഒക്കെ കഴിച്ചുകൊണ്ട് ടി വി വെറുതെ കണ്ട് ഒരു ടെൻഷൻ ഇല്ലാണ്ട് വളരെ കൂളായിട്ട് നടക്കാൻ പറ്റും. എപ്പോഴും വളരെ കൂളായിട്ടൊക്കെ നടക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങിയ കാര്യങ്ങൾ ആരായാലും കൈകാര്യം ചെയ്ത് തുടങ്ങുമ്പം ഓട്ടോമാറ്റിക്കലി ബോൾഡ്നെസ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫുൾ ടൈം കൂളായിട്ട് ചിലരുണ്ടാവും കേട്ടോ, ചിലരങ്ങനെയുണ്ട്, ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര ടെൻഷൻ വന്നാലും ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട്. പിന്നെ ചില സിറ്റുവേഷൻസിനെ അവർ ചില പ്രതികൂല സിറ്റുവേഷൻസിനെ അവർ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. നമ്മൾ ഒരു സങ്കടം വന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു സൺഷൈൻ ആവാതിരുന്ന പറ്റില്ലല്ലോ. പോസിറ്റീവ് അല്ലേ, അതാണ് നമ്മുടെ ഒരു തോട്ട്. ബോൾഡ്നെസ് ഇറക്കേണ്ട സ്ഥലത്ത് ഇറക്കുക, എല്ലായിടത്തും ഇറക്കാതെ ഇറക്കേണ്ട സമയത്ത് സമയവും കാലവും നോക്കി ഇറക്കുക. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത്.